അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എംബ്രോയിഡറിയുടെ ബേസിക് ആയിട്ടുള്ള 2 സ്റ്റിച്ചസ് പഠിച്ചു അല്ലേ, റണ്ണിങ് സ്റ്റിച്ചും ബാക്ക് സ്റ്റിച്ചും. അപ്പോൾ നിങ്ങളതെല്ലാവരും അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് കണ്ടായിരുന്നു. അപ്പം അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നിങ്ങളത് മോട്ടിഫ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. കാരണം നമ്മൾ സ്ട്രെയിറ്റ് ലൈനായിട്ട് ചെയ്യുമ്പം ഒക്കെ നമുക്ക് കുഴപ്പമില്ല തോന്നും. പക്ഷെ നമ്മൾ മോട്ടിഫ്ലോട്ട് അപ്ലൈ ചെയ്യുമ്പം നമുക്ക് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും അത് മോട്ടിഫ്ലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പെയിൻറ്റിങ് ക്ലാസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പെയിൻറ്റിങ് ക്ലാസ് എന്ന് പറയുമ്പോൾ നോർമലി എല്ലാവരും ഫസ്റ്റ് ഔട്ട്ലൈനിങ് ആണ് എന്നായിരിക്കും വിചാരിക്കുന്നത്. പക്ഷെ നമ്മൾ ഔട്ട്ലൈനിങ് അല്ല ചെയ്യുന്നത്. നമ്മൾ പകരം പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബ്രഷ് എങ്ങനെ പിടിക്കണം, ആ ഒരു ഫ്ലോയിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നമ്മളിനി വരും ക്ലാസ്സുകളിലൊക്കെ പെയിൻറ്റിങ് ക്ലാസ്സസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് എൻ്റെ കൂടെ ആ ഒരു പെർഫെക്ഷനോടെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക്സ് മുതൽ തിയറി ക്ലാസ്സസ് മുതൽ തന്നെ നമ്മൾ ഓരോ എപ്പിസോഡ്സ് ആയിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇറ്റ്സ് മീ ഫർഹാന ഷിഹാബ്. വെൽക്കം ടു ലിറിയ ഫാഷൻസ്. അപ്പോൾ നമ്മൾ പെയിൻറ്റിങ് ചെയ്യുമ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള പെയിൻറ്റിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന കാർബൺ പേപ്പറിൻ്റെ കളറാണ്. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ മെറ്റീരിയൽസ് പരിചയപ്പെടുത്തിയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ട്രേസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കാർബൺ പേപ്പേഴ്സ് യൂസ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു വൈറ്റ് അല്ലെങ്കിൽ യെല്ലോ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോർമലി നമുക്ക് മാർക്കറ്റിൽ ബ്ലൂ അതുപോലെ ബ്ലാക്ക് ഒക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. യെല്ലോ വൈറ്റൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ബ്ലൂവും ബ്ലാക്കും വാങ്ങിക്കാണ്ടിരിക്കുക. നമ്മൾ എപ്പോഴും ഇതുപോലെ യെല്ലോ അല്ലെങ്കിൽ ഇതിൻ്റെ വൈറ്റൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുക. നമ്മൾ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്ലൈനിങ്ങിൻ്റെ ആ ഒരു പോർഷനിൽ നമുക്ക് ആ ഒരു ബ്ലൂയിഷ് ഷെയ്ഡ് അല്ലെങ്കിൽ ആ ഒരു ബ്ലാക്ക് വന്നിട്ടുള്ള ആ ഒരു ഷെയ്ഡൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് കളറ് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ബ്ലൂവും ബ്ലാക്കും ഒഴിവാക്കുക. നമ്മൾ ഈ ഒരു യെല്ലോ അല്ലെങ്കിൽ ഇതിൻ്റെ വൈറ്റ് അതുപോലെ റെഡ് അങ്ങനെ പല കളേഴ്സും അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഞാൻ യെല്ലോയും അതുപോലെ വൈറ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമുക്ക് ഈ ഒരു യെല്ലോ വാങ്ങിയാൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഫാബ്രിക്കിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാ കളേഴ്സിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു യെല്ലോ കാർബൺ പേപ്പർ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികവും യെല്ലോ തന്നെയാണ് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ യെല്ലോ അല്ലെങ്കിൽ വൈറ്റ് ഈ കളേഴ്സ് വാങ്ങിക്കുക. അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രേസ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പം ബ്ലാക്കും ബ്ലൂവും അവോയ്ഡ് ചെയ്യുക, യെല്ലോ വൈറ്റ് വാങ്ങിക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബ്രഷിൻ്റെ കാര്യമാണ്. അപ്പോൾ ബ്രഷ് നമ്മൾ ഔട്ട്ലൈനിങ്ങിന് വേണ്ടിയിട്ട് നോർമലി യൂസ് ചെയ്യാറുള്ളത് 000 അല്ലെങ്കിൽ 0 സൈസ് വരുന്ന ബ്രഷാണ്. അപ്പോൾ ഞാൻ അധികവും യൂസ് ചെയ്യാറുള്ളത് ഈ ഒരു 000 വരുന്ന ബ്രഷാണ്. കാരണം നമ്മൾ 000 വരുന്ന ബ്രഷ് വെച്ചിട്ട് ഔട്ട്ലൈനിങ് ചെയ്താൽ നമുക്ക് ഭയങ്കര തിന്നായിട്ടുള്ള ഔട്ട്ലൈനിങ് കിട്ടും. അപ്പോൾ അതൊരു കാണാൻ കൂടുതൽ ഭംഗിയായിരിക്കും. അപ്പോൾ 000 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് വാങ്ങിക്കുക. ഇനി 000 കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 0 സൈസിൽ വരുന്ന ബ്രഷ് വാങ്ങിച്ചാലും മതി. ഇത് രണ്ടുമാണ് മെയിൻലി ഔട്ട്ലൈനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു 2 സൈസ് വരുന്ന ബ്രഷ് വാങ്ങിക്കാം. അതുപോലെ ഒരു 8 സൈസിൽ വരുന്ന ബ്രഷും വാങ്ങിക്കാം. അതുപോലെ ഒരു 4 സൈസിൽ വരുന്ന ബ്രഷും വാങ്ങിക്കാം. അപ്പോൾ നിങ്ങളൊരു ബിഗിനറാണ്, നിങ്ങൾക്കൊരു ബ്രഷ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു 0 അല്ലെങ്കിൽ 000 വാങ്ങിക്കുക. അതുപോലെ ഒരു 4 വാങ്ങിക്കുക. അതുപോലെ ഒരു 8ഉം വാങ്ങിച്ചാൽ മതി. ഇത്രയും ബ്രഷസ് വാങ്ങിച്ചാൽ മതി. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്ത് പഠിക്കാം. പിന്നെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം പിന്നെ ബ്രഷസ് വാങ്ങിച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ബ്രഷ് യൂസ് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഒരു നിബ് വളഞ്ഞു പോവാതെ ഒടിഞ്ഞു പോവാതെയൊക്കെ നോക്കുക. നമ്മൾ ബ്രഷ് വാഷ് ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് പ്രത്യേകിച്ച് ഈ ഒരു 000 അതുപോലെ 0 സൈസിൽ വരുന്ന ബ്രഷൊക്കെ പെട്ടെന്ന് ചീത്തയാവാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വാഷ് ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ സൂക്ഷിച്ച് വെക്കുമ്പോഴും ബ്രഷിൻ്റെ ഈ ഒരു നിബ്ബ് മടങ്ങി പോവാത്ത രീതിയിൽ വേണം എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രഷസ് കുറച്ച് കാലമൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മൾ ബ്രഷ് പലരും പെയിൻ്റ് ആയ ബ്രഷ് അവിടെ വെച്ച് പിന്നീട് വാഷ് ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ച് വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെയൊന്നും ഒരിക്കലും ചെയ്യാതിരിക്കുക. ബ്രഷ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ വാഷ് ചെയ്ത് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ എടുത്ത് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബ്രഷിൽ നിന്ന് ആ ഒരു പെയിൻറ്റ് പോകാൻ ചാൻസ് വളരെ കുറവാണ്. പിന്നെ നമുക്ക് ആ ഒരു ബ്രഷ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ബ്രഷ് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഫാബ്രിക് പെയിൻറ്റ് ആവശ്യമാണെന്നുള്ളത്. ഞാൻ ഫെവിഗ്രില്ലിൻ്റെ ആക്രിലിക് കളേഴ്സാണ് യൂസ് ചെയ്യാറുള്ളത് എന്നൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ നമ്മുടെ മെറ്റീരിയൽസ് പരിചയപ്പെടുത്തിയ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കംപ്ലീറ്റ് വീഡിയോ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഞാനതിവിടെ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അത് കാണാമല്ലോ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഫെവിഗ്രില്ലിൻ്റെ ആക്രിലിക് കളേഴ്സാണ് യൂസ് ചെയ്യാറുള്ളത് എന്ന്. അത് അത്യാവശ്യം നല്ല കളേഴ്സ് തന്നെയാണ് കേട്ടോ, ആക്രിലിക് കളേഴ്സ്, ഫെവിഗ്രില്ലിൻ്റെ ആക്രിലിക് കളേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഓൾറെഡി പെയിൻറ്റിങ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളർ ഉണ്ടാവുമല്ലോ, ഒരു ബ്രാൻഡ് ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ ഫെവിഗ്രില്ലിൻ്റെ അക്രിലിക് കളേഴ്സാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് എംബ്രോയ്ഡറി ഹൂപ്സ് ആണ്. അതായത് നമ്മൾ എംബ്രോയ്ഡറി, ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ എംബ്രോയ്ഡറിക്കും അതുപോലെ പെയിൻറ്റിങ്ങിനും ഒരെണ്ണം വാങ്ങിച്ചാൽ മതി, നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യത്തിനനുസരിച്ച് മാറ്റിയിട്ട് കൊടുക്കാം എന്നുള്ളത്. കാരണം നിങ്ങളിപ്പോൾ ഒരു ബിഗിനർ ആണല്ലോ, ഒരുപാട് മെറ്റീരിയൽസ് വാങ്ങി നിങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് കണ്ടിന്യൂ ചെയ്യും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം പിന്നീട്, ഇപ്പോൾ വാങ്ങിക്കരുത്, പിന്നീട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം എന്തൊക്കെ വേണം, അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അന്നേരം മാത്രം നിങ്ങൾ വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു ഹൂപ്പ് മതി, എംബ്രോയ്ഡറി ചെയ്യാനും പെയിൻറ്റിങ് ചെയ്യാനും വേണ്ടിയിട്ട് ഒറ്റ ഹൂപ്പ് മതി. അപ്പോൾ അതിൻ്റെ സൈസ് ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കൊരു 8-9 ഇഞ്ചിലൊക്കെ വരുന്ന ഹൂപ്പ് മതി എന്നുള്ളത്. പിന്നെ നമ്മൾ പെയിൻറ്റിങ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ പെയിൻറ്റിങ് ചെയ്യുമ്പം ഒരിക്കലും ഇങ്ങനെയും ഇങ്ങനെയും 2 ഡയറക്ഷനിലും പെയിൻറ്റിങ് ചെയ്യാതിരിക്കുക. നമ്മൾ സെയിം ഡയറക്ഷനിൽ ഇങ്ങനെയാണ് നമ്മൾ പെയിൻറ്റിങ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡയറക്ഷനിൽ തന്നെ പെയിൻറ്റിങ് ചെയ്യുക. അല്ലാതെ നമ്മൾ ഇങ്ങനെ പെയിൻറ്റിങ് പലരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെ ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ ഇത് മുന്നേ തന്നെ ഞാൻ പറയുന്നത്, ചിലപ്പോൾ ഇനി ഞാൻ ആ ഒരു നമ്മൾ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാനത് പറയാൻ വിട്ടുപോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ തന്നെ ഞാനത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറയാം, അപ്പോൾ ഞാനൊന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്താം, എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ നിങ്ങളൊന്നുകൂടി ഓർമ്മപ്പെടുത്താം. അപ്പം നമ്മൾ പെയിൻറ്റിങ് ചെയ്യുമ്പം ഒരിക്കലും 2 ഡയറക്ഷനിലും ചെയ്യാതിരിക്കുക. നമ്മൾ ഒരേ ഡയറക്ഷനിൽ വരുന്ന രീതിയിൽ വേണം പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കൊരു പെർഫെക്റ്റ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ പലരും പറയാറുണ്ട്, നമ്മൾ പെയിൻറ്റിങ് വന്നിട്ടുള്ള ഫാബ്രിക് പെയിൻറ്റിങ് വന്നിട്ടുള്ള ഡ്രസ്സസൊക്കെ നമ്മൾ ഒരു വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പെയിൻറ്റ് ഇളകി പോകുമല്ലോ എന്നൊക്കെ പലരും പറയാറുണ്ട്. അപ്പം നോർമലി നമ്മൾ പെയിൻറ്റിങ് ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും, നമ്മൾ ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യുമ്പം നമ്മൾ ആ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ, ആ ഒരു ക്ലോത്ത് വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പെയിൻറ്റിങ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ക്ലോത്തിൻ്റെ സ്ട്രാച്ച് എന്ന് പറയും, ആ ഒരു സ്റ്റിഫ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ പെയിൻറ്റിങ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെയിൻറ്റിങ് ഒരിക്കലും ഇളകിപ്പോവില്ല. അപ്പോൾ അത് നമ്മൾ പെയിൻറ്റിങ് ചെയ്യുന്നതിന് മുന്നേ ആ ഒരു ക്ലോത്ത് വാഷ് ചെയ്ത് ഡ്രൈ ആയതിനു ശേഷം പെയിൻറ്റിങ് ചെയ്യുക. അതിന് ശേഷം ഒരു 24 hours കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പെയിൻറ്റിങ് ചെയ്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ ബാക്ക് സൈഡിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പെയിൻറ്റ് ഒരിക്കലും ഇളകി പോവില്ല. അപ്പം അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പെയിൻറ്റിങ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് പെയിൻറ്റിങ് ബ്രഷ് എങ്ങനെ പിടിക്കാം, അതുപോലെ നമ്മൾ പെയിൻറ്റിങ് ഫ്ലോയി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇനി ഞാൻ പറയുന്നത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ക്യാമറ ഒന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് ഒരു ബ്രഷ് വേണം, ഞാൻ 3 സൈസിൽ വരുന്ന ബ്രഷാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഒരു ഹൂപ്പ് വേണം, അതുപോലെ നമ്മുടെ ക്ലോത്ത് വേണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പോപ്ലിൻ ക്ലോത്താണ് നമ്മൾ എംബ്രോയ്ഡറിക്കും പെയിൻറ്റിങ്ങിനും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതൊരു ഫാബ്രിക്കിലും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മുടെ പാലറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണല്ലോ, അപ്പോൾ ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത്.
പിന്നെ നമ്മൾ ബ്രഷ് ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇപ്പം ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ഹൂപ്പിലോട്ട് നമ്മുടെ ഫാബ്രിക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് ഞാൻ എംബ്രോയ്ഡറി ക്ലാസ്സിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം നമ്മുടെ ചെറിയ റിങ് എടുത്തിട്ട് ഈ ഒരു ഫാബ്രിക്കിൻ്റെ താഴെയായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു വലിയ റിങ് അതിന് മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് വലിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ക്ലോത്ത് അത്യാവശ്യം നല്ല ടൈറ്റിൽ തന്നെ വെക്കണം കേട്ടോ. വലിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫാബ്രിക് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പെയിൻറ്റ് നമ്മളെ പാലറ്റിലോട്ട് ഇത്തിരി എടുക്കാം. വളരെ കുറച്ച് മാത്രം മതി. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെയിൻറ്റ് ഒരിക്കലും തുറന്ന് വെക്കാൻ പാടില്ല. നമ്മൾ ആവശ്യത്തിന് പാലറ്റിലോട്ട് എടുത്തതിന് ശേഷം ബാക്കി നമ്മൾ നേരെ അപ്പം തന്നെ അടച്ച് വെക്കണം. അപ്പോൾ ഓക്കെ, നമ്മൾ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ ബോട്ടിൽ അടച്ചു വെച്ചു. നമ്മുടെ പാലറ്റിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പെയിൻറ്റും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബ്രഷ് ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ബ്രഷ് നന്നായി വാഷ് ചെയ്തതിന് ശേഷം, പുതിയ ബ്രഷാണ് എന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് എടുക്കുക. ബ്രഷ് നന്നായി വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പെയിൻറ്റ് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യുക. ഒരുപാട് വാട്ടർ എടുക്കാൻ പാടില്ല. ഒന്ന് ബ്രഷ് തുടച്ചതിന് ശേഷം നമ്മുടെ പെയിൻറ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നമുക്ക് ആവശ്യമായിട്ടുള്ള പോർഷൻസ് കുറച്ച് ആയിട്ട് ഇങ്ങനെ എടുത്താൽ മതി. എന്നിട്ട് വളരെ കുറച്ച് മാത്രം നമ്മുടെ ബ്രഷിലോട്ട് ആക്കിയതിന് ശേഷം നമ്മളിപ്പോൾ ഇവിടെ മോട്ടിഫ് ഒന്നല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പാറ്റേണിൽ ഇപ്പം നമുക്ക് ഫസ്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് ലൈൻ വരച്ച് പഠിക്കാം അല്ലേ. അപ്പം നമ്മൾ പെയിൻറ്റിങ് ബ്രഷ് പിടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനെ വേണം പിടിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ഫാബ്രിക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചെറു വിരൽ ഫാബ്രിക്കിൽ തട്ടുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. പല ആൾക്കാരും നമ്മൾ എഴുതുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട്, പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു തിന്നായിട്ടുള്ള ലൈന് കിട്ടില്ല. നമ്മളെപ്പോഴും ഈ ഒരു ചെറു വിരൽ ഫാബ്രിക്കിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ വേണം പെയിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഫസ്റ്റ് സ്ട്രെയിറ്റ് ലൈന് വരച്ച് പഠിക്കാം അല്ലേ. അപ്പോൾ ഇങ്ങനെ ലൈന് വരയ്ക്കുക. ആവശ്യമാണെങ്കിൽ നമുക്ക് പെയിൻ്റ് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ ഇങ്ങനെ പിടിച്ചത് കൊണ്ട് തന്നെ നമ്മൾ ഈ ചെറുവിരൽ നമ്മൾ ഫാബ്രിക്കിൽ മുട്ടുന്ന രീതിയിൽ പിടിച്ചത് കൊണ്ട് തന്നെ വളരെ തിന്നായിട്ടുള്ള ലൈനാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഒരിക്കലും ഇങ്ങനെ വെച്ചുകൊണ്ട് ചെയ്യരുത്. ഇത് നമ്മൾ നോർമലി എഴുതാൻ വേണ്ടിയിട്ടാണല്ലോ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എപ്പോഴും നിങ്ങളെ മൈൻഡിൽ ഉണ്ടായിക്കോട്ടെ. നിങ്ങൾ ജസ്റ്റ് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ ഇതുപോലെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് ഫ്രീ ഹാൻഡായിട്ട് ലൈൻസ് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഡിസൈൻസ് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പെൻസിൽ വെച്ചിട്ടൊന്ന് വരച്ചതിന് ശേഷം അതിന് മുകളിലൂടെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ലൈൻസ് വരച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡിസൈൻസ് വരച്ചിട്ട് അതിൽ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഓക്കെ, നമ്മളിവിടെ ലൈൻസ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ഡിസൈൻ നോക്കാം. നമ്മൾ ലൈൻസ് മാത്രമല്ലല്ലോ നമ്മുടെ മോട്ടിഫിലൊന്നും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പല പല ഡിസൈൻസും ഇതുപോലെ ചെയ്ത് പഠിക്കാം. ഇനി ഞാൻ ചെയ്യുന്ന ഡിസൈന് തന്നെ നിങ്ങൾ ചെയ്ത് പഠിക്കണമെന്നില്ല, അത് മാത്രം ചെയ്ത് പഠിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ വേറെ ഡിസൈൻസൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും.
പിന്നെ നമ്മൾ പെയിൻറ്റിൽ കുറച്ച് വാട്ടർ ആഡ് ചെയ്യുക, വളരെ കുറച്ച് മാത്രം വാട്ടർ ആഡ് ചെയ്യുക, ഒരു ഡ്രോപ്പൊക്കെ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ പെയിൻറ്റ് പെട്ടെന്ന് ബ്രഷിൽ നിന്ന് ഉണങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ചെയ്യുമ്പം ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. സോ കുറച്ച് മാത്രം വാട്ടർ ആഡ് ചെയ്യാം. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള ഡിസൈൻസൊക്കെ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഫ്ലോറൽ ഡിസൈൻസൊക്കെ വരുമ്പോഴും മറ്റുള്ള ഡിസൈൻസൊക്കെ വരുമ്പോഴും നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ബ്രഷ് പിടിക്കുന്ന രീതിയും നിങ്ങൾക്ക് ഇതുപോലെ തിന്നായിട്ടൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള ഡിസൈൻസൊക്കെ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇനി നമുക്കൊരു സ്പൈറൽ നോക്കാം അല്ലേ. ഓക്കെ, അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് നിങ്ങൾക്ക് വരച്ച് നോക്കാം കേട്ടോ. ഞാനീ പറയുന്നത് മാത്രം വരയ്ക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ വേറെ ഡിസൈൻസൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇതുപോലെ ചെയ്ത് നോക്കുക. വളരെ തിന്നായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഫ്രീ ഹാൻഡായിട്ട് ഇതുപോലെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ പെൻസിൽ വെച്ച് ജസ്റ്റ് ഒന്ന് വരച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ ചെയ്ത് നോക്കുക. നമ്മൾ ഇതൊന്നും ചെയ്യാണ്ട് നമ്മൾ ഡയറക്റ്റ് ഔട്ട്ലൈനിങ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല, അത് ഉറപ്പാണ്. കാരണം നമ്മളൊരു ബിഗിനറാണ്, ഞാനും ഒരു ബിഗിനർ ആയിരുന്നു. എനിക്കും പെയിൻറ്റിങ്ങിൻ്റെ ഒന്നും അറിഞ്ഞിരുന്നില്ല. പിന്നെ ഇതൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ ഒരുപാട് അറിയാം എന്നല്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പെയിൻറ്റിങ് ചെയ്യും. അപ്പം ഔട്ട്ലൈനിങ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് സിഗ്സാഗ് ലൈൻസ് വരയ്ക്കാം അല്ലേ. ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പം നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ ചാൻസ് ഉണ്ട്, കാരണം മക്കൾ ഹാളിൽ കാർട്ടൂൺ എന്തോ ഇട്ടേക്കുവാണ്. നോർമലി അവർ ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ ക്ലാസ്സസൊക്കെ ഷൂട്ട് ചെയ്യാറുള്ളത്. ഇന്നിപ്പം ഉച്ചക്കാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ചൊക്കെ സൗണ്ട്സൊക്കെ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും നിങ്ങൾ മൈൻഡ് ആക്കണ്ട. അപ്പോൾ നമ്മൾ സിഗ്സാഗ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് സ്ക്വയർ ചെയ്യാം അല്ലേ. ഇതുപോലെ നിങ്ങളുടെ മൈൻഡിൽ തോന്നുന്ന ഏത് ഡിസൈൻസും നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. പെയിൻറ്റ് നമ്മൾ ബ്രഷിലെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരുപാട് കട്ടിയിലെടുക്കാണ്ടിരിക്കുക. അതുപോലെ ബ്രഷ് ഇടയ്ക്കൊന്ന് വാഷ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പെയിൻറ്റ് കട്ടയായിട്ട് ബ്രഷിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബ്രഷ് ഒന്ന് ഇടയ്ക്ക് വാഷ് ചെയ്ത് അതൊന്ന് ക്ലോത്തിലൊന്ന് തുടച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്ക്വയേഴ്സും ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെറ്റൽസ് നോക്കാം അല്ലേ. നമ്മൾ ഫ്ലോറൽ ഡിസൈൻസിലൊക്കെ നമുക്ക് എന്തായാലും ചെയ്യേണ്ടി വരുന്ന ഒന്നാണ് പെറ്റൽസ് എന്ന് പറയുന്നത്. അപ്പോൾ പെറ്റൽസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളിവിടെ പെറ്റൽസും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ട്രയാങ്കിൾസ് ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഏതാണോ അതൊക്കെ ചെയ്ത് നോക്കാം. നമ്മൾ ജസ്റ്റ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് മാത്രമാണല്ലോ ചെയ്യുന്നത്. സോ
ഔട്ട്ലൈനിങ്ങിൻ്റെ പ്രാക്ടീസാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഡിസൈൻസ് മാക്സിമം ഫ്രീ ഹാൻഡായിട്ട് തന്നെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ല എന്നാണെങ്കിൽ മാത്രം പെൻസിൽ വെച്ചൊന്ന് വരച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ പെയിൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് സർക്കിൾ ചെയ്ത് നോക്കാം അല്ലേ. ജസ്റ്റ് സർക്കിളൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ പെയിൻ്റ് എടുത്തത് കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത്രയും തിക്കിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും പെയിൻ്റ് എടുക്കുമ്പം നമ്മുടെ പാലറ്റിൽ ഇപ്പോൾ നമ്മളിങ്ങനെ പെയിൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെയിൻ്റ് എടുത്തതിന് ശേഷം പാലറ്റിൽ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക, എന്നിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തിക്കിലായിരിക്കും നമുക്ക് ഔട്ട്ലൈന് കിട്ടുക. അപ്പോൾ ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ചെറിയ ഫ്ലവർ പോലെ ചെയ്ത് നോക്കാം അല്ലേ. വരയ്ക്കാത്തത് കൊണ്ട് തന്നെ പെർഫെക്റ്റായിട്ട് കിട്ടിക്കൊള്ളണം എന്നൊന്നുമില്ല കേട്ടോ, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഫ്ലവറിൻ്റെ അടുത്തൂടെ പോയിട്ടുണ്ടെന്ന് പറയാം. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ വരയ്ക്കാത്തത് കൊണ്ട് തന്നെ ഫ്ലവറൊന്നും അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ബ്രഷ് പിടിക്കുന്ന ടെക്നിക്കും അതുപോലെ നമ്മൾ വരയ്ക്കുമ്പോൾ ആ ഒരു ഫ്ലോയിനെസ്സും ഒക്കെ കിട്ടുള്ളൂ. അപ്പം നിങ്ങളും ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ഈ ഒരു കോഴ്സ് എന്നല്ല, നമ്മൾ ഏതൊരു കാര്യം പഠിക്കുകയാണെന്നുണ്ടെങ്കിലും എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അതിനനുസരിച്ച് മാത്രമേ നമുക്കതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ എന്തൊരു കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങളത് മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പം നിങ്ങൾക്ക് കാണുമ്പം ചിലപ്പോൾ തോന്നും ഓക്കെ ഇത് കുഴപ്പമില്ലല്ലോ, ഈസി ആണല്ലോ എന്നൊക്കെ തോന്നും. ഞാനും അങ്ങനെ വിചാരിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ നമ്മളത് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുക. നമുക്ക് ചിലപ്പം തിന്നായിട്ട് വരില്ല, ചിലപ്പോൾ ഭയങ്കര തിക്കായിട്ട് വരും, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് തന്നെ നോക്കണം, ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ വിചാരിക്കുന്നിടത്ത് നമ്മുടെ കൈ എത്തുള്ളൂ. അപ്പം അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ പെയിൻറ്റിങ് വീഡിയോസൊക്കെ ചെയ്യുമ്പം എൻ്റെ കൂടെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഇത് മാത്രമല്ല, ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് വേറെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പെയിൻറ്റിങ് ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിനുള്ള ടിപ്സും ട്രിക്സും ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുക. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് അത് മസ്റ്റാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്നതും കൊണ്ട് നിങ്ങൾക്ക് യൂസ് ഉള്ളൂ. കാരണം നമ്മൾ എന്തൊരു കാര്യവും പ്രാക്ടീസ് ചെയ്ത് പഠിക്കണമല്ലോ. അപ്പം നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഇനിയിപ്പം നിങ്ങൾക്ക് ടൈമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിരിക്കുമല്ലോ ടൈമിൽ, ആ ഒരു ടൈമിൽ നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ വരും ക്ലാസ്സസിൽ ഇനി നമ്മൾ ബേസിക്സ് ആയിട്ടുള്ള പെയിൻറ്റിങ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ ട്രഡീഷണൽ പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അന്നേരം നിങ്ങൾക്ക് എൻ്റെ കൂടെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പം പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. പ്രത്യേകിച്ച് ഒരു ബിഗിനറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ ഞാനീ പറഞ്ഞ ട്രിക്സ് നിങ്ങൾ ആ ഒരു ട്രിക്സ് ഞാൻ പറഞ്ഞു തന്നിരുന്നല്ലോ, അത് നിങ്ങൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക്സ് മുതൽ തിയറി ക്ലാസ്സസ് മുതൽ തന്നെ ഓരോ എപ്പിസോഡ്സ് ആയിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോക്ക് ലൈക്സ് വളരെ കുറവാണ്.
സോ നിങ്ങൾ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ വീഡിയോസ് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.